അഖില കേരള റേഡിയോ നാടകോത്സവം 2ാം ദിവസം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു ഈ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക്. നാടകരചന ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. സംവിധാനം TV അശ്വതി. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ: സ്റ്റേഷൻ മാസ്റ്റർ മുരളി ഗോപി, ശാപ്പാട്ടി S രാധാകൃഷ്ണൻ, ഭാരതി KR ജാനകി, വിമല PK സിന്ധു, പോലീസ് T സുരേഷ്, സുന്ദർ രാജ് രാമനാട്ടുകര, പ്രതി EK ശീതൽ രാജ്. സാങ്കേതിക സഹായം VP ബിജു. ഈ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക്. ഷാപ്പാട്ടി, ഷാപ്പാട്ടി, ഇന്നും പതിവ് പോലെ തന്നെടോ. என்ன சார்? ഈ സ്റ്റേഷനിൽ നിന്ന് ആരും ഇറങ്ങുകയോ കയറുകയോ ചെയ്യുന്നില്ല. അതുക്കണ്ട മാസ്റ്റർ, ഇതെല്ലാം സാധാരണം ഇല്ലയാ. ഒരു സ്റ്റേഷൻ മാസ്റ്റർ എന്ന നിലയ്ക്ക് പിന്നെ എനിക്ക് എന്ത് ദൗത്യമാണ് നിർവഹിക്കാനുള്ളത് ഇവിടെ? ഇന്നും എവ്വളോ വണ്ടി വരാതിരിക്കുന്നത് സാർ, കവലപ്പെട വേണ്ട. നീ ശ്രദ്ധിച്ചോ? എല്ലാം വിചിത്രമായിരിക്കുന്നു. ട്രെയിനിന്റെ എല്ലാ വാതിലുകളും അടച്ചിട്ടിരിക്കുന്നു. ആരും പുറത്തേക്ക് നോക്കുന്നില്ല. ഈ വണ്ടി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. സാർ, നിങ്ങ ഈ സ്റ്റേഷനുടെ പരമാധികാരി സമ്മതിച്ച്, പക്ഷെ അതിനെക്കൊണ്ട് എല്ലാരും അറിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ. നീ ശ്രദ്ധിച്ചോ? വണ്ടിക്കകത്ത് ചായ പലഹാരങ്ങൾ വിൽക്കുന്ന ശബ്ദം പോലും ഒരു പ്രത്യേക രീതിയിലാണ് പുറത്തു വരുന്നത്, അല്ലേ? അപ്പടിയാ? അല്ലേ? ശ്രദ്ധിക്ക്, ശ്രദ്ധിച്ച് കേൾക്ക് ഷാപ്പാട്ടി. ആമാ സാർ. ഒരു രാത്രി വണ്ടി പോലെ അകത്ത് മുഴുവൻ ലൈറ്റ് ഇട്ടിരിക്കുന്നു. യാത്രക്കാർ പ്രതിമ കണക്കെ അനക്കമറ്റിരിക്കുന്നു. അതിനിടയിലൂടെ ഭക്ഷണ വിൽപ്പനക്കാരുടെ ശബ്ദം മാത്രം. വിവിധ ഭാഷകളിൽ, അതെ, പലതരം ഭാഷകളിൽ. ശ്രദ്ധിച്ച് കേൾക്കൂ. നീ കേൾക്കാൻ കേട്ടില്ലേ ഷാപ്പാട്ടി? മാഷേ, എന്നെ തെറ്റിദ്ധരിക്കൂലെങ്കിൽ ഞാൻ പറയാം. ഞാൻ ഒന്നും കേക്കല. അതാ, നീ ഒരു വിഡ്ഢിയാണ്. അതല്ലെങ്കിൽ നിന്റെ കേൾവി ശക്തി തകരാറിലാണ്. അയ്യോ, ഞാൻ കൊടി വീശാൻ മറന്നു. എന്റെ കൊടി എവിടെ? കൊടി ആ വണ്ടിയും കടന്നുപോയി. ഞാൻ എന്തൊരു മണ്ടൻ. കൊടി വീശാൻ പറന്നുപോയെങ്കിൽ മേലധികാരികൾ അറിഞ്ഞെങ്കിൽ എന്റെ കാര്യം തീർന്നേനെ. ഭൂമിയിലേതോ അജ്ഞാതമായ ഒരു തുണ്ടുപോലെ ആയി തീർന്നിരിക്കുന്നു ഈ സ്റ്റേഷൻ. ഇടയ്ക്ക് വിരുന്നു വരാൻ പക്ഷികൾ പോലും അടിക്കുന്നു. മനുഷ്യ സാന്നിധ്യമില്ലാത്ത ഒരു അന്റാർട്ടിക്ക പ്രദേശം പോലെ ആയിരിക്കുന്നു ഈ സ്റ്റേഷൻ. അസഹ്യമായ തണുത്ത ഈ കാറ്റ് മാത്രമാണ് ഈ സ്റ്റേഷനിലെത്തുന്ന ഒരു സ്ഥിരാതിഥി. സാർ, ഉള്ളായിരുന്നില്ല എല്ല് തുളക്കണ തണുപ്പാക്കോ, അസുഖം വന്നില്ല സാർ. ചിലപ്പോ മഴയും വരൂ. വാങ്ങ. ഞാനൊന്ന് ചോദിക്കട്ടെ ഷാപ്പാട്ടി, ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ സ്ഥലം ശരിക്കുള്ളതാണോ? നീ ഒരു യാഥാർത്ഥ്യമാണോ? പറയൂ ഷാപ്പാട്ടി.
നീ ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ഞാൻ കാണുന്ന ഒരു സ്വപ്നം മാത്രമാണ്. സാർ ഉള്ള ഇനിയും തണുപ്പ് വന്നാ അസുഖം ആവും. പോന വാരം പനി വന്ന് കിടന്ന് ഓർമ്മയില്ല സാർ. വാങ്ങ പനിക്കട്ടെ ചാപ്പാട്ടി. അസഹ്യമാണെങ്കിലും ഈ കാറ്റ് എന്റെ ഏകാന്തതയും വിരസതയും അങ്ങേയറ്റം ആശ്വസിപ്പിക്കുന്നു. പ്രായം കൂടി വരുന്നതുകൊണ്ടാവണം ഈയിടെയായി എനിക്ക് ഈ ഏകാന്തത താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഇപ്പൊ ഉള്ള വാങ്ങ സാർ, പറയുന്നത് കേൾക്കണേ സാർ. പാറ് ഇളവ് കാറ്റ്, என்ன തണുപ്പ്. വാങ്ങ മാസ്റ്റർ വാങ്ങ, പ്ലീസ് ഉള്ള വാങ്ങ സാർ. വിട് ചാപ്പാട്ടി, അടുത്ത വണ്ടിക്ക് സമയമായി. വിട്. என்ன சார் பைத்தியமா? எவ்வளவு மணிக்கூர் കഴിയണം സാർ അടുത്ത വണ്ടിക്ക്? മാസ്റ്ററെ കൊണ്ട് മടുത്ത് സാർ. ഞാനാണ് പറയുന്നത് കയറി വാങ്ങ സാർ, കയറി വാങ്ങ സാർ. அது வந்துட்டு இங்க உட்காரலாம் அங்கேயே உட்காரலாம் சார். நான் டீ போடலாம்னா உங்களுக்கு இப்ப வேண்டது ரெஸ்ட். சாருடைய பிரியப்பட்ட குறை பாட்டுகள் இருக்குது, கேளுங்க சார். எனக்கு வெளியே குறைச்சி வேலை இருக்குண்ணா, இப்போ வரேண்ணா. ஓகே சார். പാടാനോർത്തൊരു മധുരിതഗാനം പാടിയതില്ലല്ലോ ഞാൻ. ഷാപ്പാട്ടി ഇവനെ ഒരാവശ്യത്തിന് വിളിച്ചാലും കേൾക്കില്ല. ഷാപ്പാട്ടി, ഭൂമിയുടെ എല്ലാ അവയവങ്ങളെയും അറുത്തു മാറ്റിയില്ല ഈ ചെന്നായ കൂട്ടങ്ങൾ. അവസാനിപ്പിക്കൂ ഷാപ്പാട്ടി. എടാ ശുപ്പാണ്ടി. என்ன வேணும் மாஸ்டர்? നീ ഇത് കേൾക്കുന്നില്ലേ? ഈ നരാധമന്മാര് ഭൂമിയുടെ കരൾ പറിച്ചെടുക്കുന്ന ഒച്ച നീ കേൾക്കുന്നില്ലേ? അത് പാറ പൊട്ടിക്കണമെന്നും അല്ല മാസ്റ്റർ. നീയൊക്കെ എത്ര പഠിച്ചാലും പഠിക്കില്ല. അതെങ്ങനെ? നിന്റെയൊക്കെ പഠിത്തം തന്നെ ശരിക്കുള്ള പാഠങ്ങൾ പഠിക്കാതിരിക്കുകയാണ്. ഈ മാഷിക്ക് கொஞ்ச நாளா அஷமா அஸ்வஸ்ததை எல்லாமே கூடி வருதுണ്ട് സാർ. ഉങ്ക സ്വഭാവം ரொம்ப മോശമാ വരുന്നുണ്ട്. എന്റെ സ്വഭാവം നന്നാക്കാൻ നീ വരണ്ട. നീ ഞാൻ അധികാരികൾക്ക് പോസ്റ്റ് ചെയ്യാൻ അയച്ച കത്തുകൾ അയച്ചു എന്ന് പറയുന്നത് നേര് തന്നെയാണോ? ഞാൻ അതിന്റെ റെസീറ്റൊക്കെ ഏൽപ്പിച്ചിരുന്നല്ലോ. എന്നെ അവിശ്വസിക്കുന്നതിന് മുമ്പ് സാർ അതൊക്കെ നോക്കണം സാർ. ആരെയും നമ്പാത്തവരുടെ കാര്യം പോക്കാണ് സാർ. അതെ, എനിക്ക് ആരെയും വിശ്വാസമില്ല. പാറ പൊട്ടിക്കുന്നതിന്റെ പരിസ്ഥിതി ആഘാതങ്ങളെ കുറിച്ച് ഒരു റെയിൽവേ അധികാരി എന്ന നിലയിൽ ഞാൻ എഴുതിയ പരാതിക്ക് ഒരു മറുപടി പോലും വന്നില്ല. അത് പോട്ടെ, ആ പാറ മാഫിയുടെ വിരുന്ന് സൽക്കാരത്തിൽ നീയും പോയിരുന്നു ഇല്ലേ? അത് സാറ് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലാണ്. അതെ, പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ എളുപ്പമുള്ള പണിയല്ല ഷാപ്പാട്ടി. പറയാനൊക്കെ എളുപ്പമാണ്, പറയാനൊക്കെ വളരെ നല്ലതാ. മാഷ് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കുന്നു. തെറ്റിദ്ധാരണ? അതിന് നിനക്ക് ശരിയായ ധാരണയെ കുറിച്ച് വല്ല സങ്കല്പവും ഉണ്ടോ? അല്ല, വികസനവും വേണ്ടിയോ? വികസനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പാവപ്പെട്ടവരുടെയും നിസ്സഹായരായ മനുഷ്യരുടെ നെഞ്ചത്ത് കയറുള്ള വികസനം വേണോ? ഷാപ്പാട്ടി, എന്റെയും നിന്റെയും വികസന സങ്കല്പങ്ങളെ വികലമാക്കിയതിന്റെ ഫലമാണ് ഞാനും നീയും ഇന്നീ അനുഭവിക്കുന്ന ഭയാനകമായ വിജനതയും ഏകാന്തതയും. ആര് മറന്നാലും നീ അത് മറക്കാൻ പാടില്ല. നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. ഓർക്കുന്നുണ്ടോ നീ? ഒരിക്കലിവിടെ ഓടിക്കളിച്ചിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ അച്ഛനമ്മമാർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ. എവിടെ പോയി അവരൊക്കെ? പറയേ, എവിടെ അവർ? ഏത് അതോ മണ്ഡലത്തിലേക്ക് പോയി? പറയാൻ. എനിക്ക് അതൊന്ന് ഓർമ്മ കൊണ്ട് പോലും താങ്കാൻ മുടിയാതെ. പ്ലീസ് അതൊന്നെ ഓർമ്മിപ്പിക്കല സാർ, ഓർമ്മിപ്പിക്കല്ല. ഓർക്കണം, ഓർത്തേ തീരൂ.
മറവി ഒരു രോഗമല്ല ശാപ്പാട്ടി. മറവി മാരകമായൊരു രോഗലക്ഷണമാണ്. ചരിത്രത്താളുകളിൽ നിന്ന്, വാർത്താചിത്രങ്ങളിൽ നിന്ന് ഒക്കെ ഓർമ്മ ഇറങ്ങിപ്പോകുന്ന രോഗാതുരമായ ഒരു കാലമാണ്. വേണ്ട. ഒരിക്കലിവിടെ സ്വർഗതുല്യമായ ജീവിതമുണ്ടായിരുന്നു. പുഴയും പുഴയോരവും, കടത്തുകാരനും കർഷകരും, നാട്ടുവൈദ്യന്മാരും ചായക്കടയും, കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ ഒരു ഹരിത പ്രദേശം. ഇല്ലായ്മയും വറുതിയും കൂട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ വിലപിടിപ്പുള്ള ഒന്നുകൂടി ഉണ്ടായിരുന്നു: സ്നേഹം. സ്നേഹത്തിന്റെ അനേകം അവതാരങ്ങൾ. മനോഹരമായ നാടിന് എന്താ പറ്റിയത്? ഓർക്കുന്നുണ്ടോ നീ? ഓർമ്മയിൽ നിന്നുള്ള ഒളിച്ചോട്ടം, കപടമായ സുഷുപ്തിയിലേക്കുള്ള രക്ഷപ്പെടൽ, ഗ്രാമസൗഭാഗ്യത്തെ തൂത്തെറിഞ്ഞു വന്ന ആ വൻകിട ഫാക്ടറി ആർക്കു വേണ്ടി വന്നതായിരുന്നു? അത് പുഴ മലിനമാക്കി, വായു മലിനമാക്കി, കുടിവെള്ളം മലിനമാക്കി, ഏറ്റവും ഒടുവിൽ അരുത് കാട്ടാള എന്ന കവിശബ്ദത്തെയും അതില്ലാതാക്കി. ജീവിക്കണില്ല. എടാ, ഓർമ്മകൾക്കൊരു ഇരുണ്ട മലയുടെ ഭാരമാണിപ്പോ, അല്ലേ? എന്റെ കുട്ടികളെയും അമ്മേനെയൊക്കെ കൊന്ന് ആ ഫാക്ടറിയിൽ നിന്ന് വന്ന വിഷമാനകം. സമാധാനിക്കൂ ശാപ്പാട്ടി. എനിക്ക് ഓർക്കണ്ട ശാപ്പാട്ടി, സമാധാനിക്കൂ. എല്ലാം പോയിട്ട്, ഈ ഭൂമി തരിശായി തീർന്നിട്ടും രണ്ട് കണ്ണുകൾ മാത്രം നമുക്ക് നഷ്ടപ്പെട്ടില്ല. ഓർമ്മകളുടെ കണ്ണുകൾ. ഓർമ്മിക്കൂ. ഓർമ്മ നമുക്ക് മനുഷ്യരൂപം നൽകുന്നു. ഓർമ്മ. വേണ്ട സർ. കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ചായ അവിടെ ഒച്ചയ്ക്ക് ശാപ്പിട്ടു. ഓ, ശബ്ദം കുറയ്ക്കൊന്നും വേണ്ട, കിടന്നോട്ടെ. ഓ, കാലത്തിന് നല്ല മൂടാണല്ലോ സാർ. പഴയ പാടില്ല. പഴയ പാട്ടുകൾക്ക് നമ്മെ ആശ്വസിപ്പിക്കാനുള്ള കഴിവ് കൂടുതലാണ് ശാപ്പാട്ടി. കാര്യമൊക്കെ ശരി തന്നെ സാർ. പക്ഷേ എനിക്ക് വയ്യ. ഈ ദുഃഖമാണോന്ന് എനിക്ക് ഇഷ്ടമേ അല്ല സാർ. ജീവിതത്തിലോ ദുഃഖം, ഈ പാട്ടിലും അത് ദുഃഖമാ സാർ. മണ്ട, നിനക്കത് അറിയാഞ്ഞിട്ടാ. ദുഃഖം ദുഃഖത്തെ ആശ്വസിപ്പിക്കും. ദുഃഖമേ ദുഃഖത്തെ ആശ്വസിപ്പിക്കൂ. ഓ, അത് പോട്ടെ. ഇന്നലെ നീ നഗരത്തിൽ പോകുന്ന ദിവസം? ആമാ സാർ. ശാപ്പാട്ടി, ഓ, ഞാൻ മേലധികാരികൾക്ക് അയച്ച കത്തുകളൊക്കെ എടുത്തു വച്ചിട്ടുണ്ടോ? 5 കത്തില്ല സാർ? അതെ. മേലധികാരികൾക്ക് 2 കത്ത്. ഒന്നിന്റെ അമ്മയ്ക്ക്, മറ്റൊന്ന് ഭാര്യയ്ക്ക്, പിന്നെ പരിസ്ഥിതി വകുപ്പിന്. എത്ര കാലമായി സാർ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. എന്തെങ്കിലും പ്രയോജനം? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? വാക്കുകൾ മാത്രമുണ്ട് എനിക്ക് ചെറുക്കാൻ. വാക്കുകൾ മാത്രം. ആട്ടെ, സത്യം പറ ശാപ്പാട്ടി, നീ ഇതൊക്കെ മേലധികാരികൾക്ക് എത്തിക്കുന്നുണ്ടല്ലോ അല്ലേ? എന്നെ സാർ ഇനി സംശയിക്കരുത് സാർ. മാഷിക്ക് ഒരു ദിവസം നേരിട്ട് അധികാരിയെ കണ്ടാണ്ടോ? പോണോ? പോങ്ക. നീ ഒന്നും പറയാതെ സംസാരിക്കരുത്. ഇവിടെ ഈ സ്റ്റേഷനിൽ ആരുണ്ടാവും? ഓ, പകരം ഒരാളെ തരണമെന്ന് പറഞ്ഞ് ഞാൻ എഴുതിയ കത്തുകൾക്ക് പുല്ലുവില കൽപ്പിച്ചില്ല ബന്ധപ്പെട്ടവർ. വർഷങ്ങളായി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. മരുഭൂമിയുടെ വിജനതയും ഏകാന്തതയുടെ ചുടുകാറ്റും വമിക്കുന്ന ഈ സ്റ്റേഷൻ ഏതോ അന്യഗോളത്തിൽ എന്ന പോലെയാണ് നിലകൊള്ളുന്നത്. കാർമേഘങ്ങളും അപൂർവ പക്ഷികളും ഇതുവഴി ഭയപ്പാടോട് മാത്രം കടന്നുപോകുന്നു. ദുരൂഹമായ ഏതോ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ച്
മറ്റൊരു ദുർഗ്രാഹ്യ മണ്ഡലത്തിലേക്ക് നീളുന്ന ഒന്നായിരിക്കുന്നു ഈ സ്റ്റേഷനിന് മുന്നിലൂടെ കടന്നു പോകുന്ന പാളങ്ങൾ പോലും. സാർ കൊറേയൊക്കെ ഉങ്ക തോന്നലാക്കും സാർ. തോന്നൽ? നീ നീ വിട്ടിയാണ്. ഓ ഓ ഓ ഓ ഓർമ്മകളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പമ്പര വിട്ടി. നീ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോ ഈ പാളങ്ങൾ കാണുമ്പോ കരിങ്കൽ കൂനകളിൽ പൂണ്ടു മയങ്ങുന്ന ഏതോ വിഷപ്പാമ്പിനെ പോലെയാണ് എനിക്ക് തോന്നാറ്. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാർ കേട്ടോ കേട്ടോ കേട്ടോ, ചാപ്പാട്ടി കേൾക്കുന്നില്ലേ? ഒരിരമ്പം. ടെലിഫോൺ കമ്പികളിൽ കാറ്റടിക്കുമ്പോൾ വിജനതയും ഒറ്റപ്പെടലും ചേർത്ത് മരണസമാനമായ പ്രേതാത്മാക്കൾ എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെയുള്ളൊരു ഇരമ്പൽ. കേൾക്കൂ, ചെവി ഓർത്താൽ കേൾക്കാം നിനക്ക്. എന്താണത് പറയുന്നത്? എന്താണത് പറയാൻ ശ്രമിക്കുന്നത്? ആണോ? എന്റെ കൊടി എവിടെ? പച്ചക്കൊടി. സിഗ്നൽ. അയ്യോ, സിഗ്നൽ എല്ലാം കറക്റ്റ് ആണല്ലോ. എനിക്കാരും സിഗ്നൽ തന്നിട്ടില്ലല്ലോ. അയ്യോ ട്രെയിൻ. അയ്യോ കൊടി വീശാൻ പറ്റി. ഭാഗ്യം ഷാപ്പാട്ടി. നന്ദിയുണ്ട് നിന്നോട്. നീ പറഞ്ഞതുകൊണ്ട് വണ്ടി വരുന്നത് ഞാൻ കണ്ടു. എന്റെ ഈ വികാര വിക്ഷോഭത്തിലേ ചിലപ്പോ അങ്ങനെയാ, എല്ലാ താളവും തെറ്റും. സാർ அந்த എഞ്ചിൻ ഡ്രൈവർ സാറെ നോക്കി ഒരു പുഞ്ചിരിയോട് ഒരു അഭിവാദനം ചെയ്ത് ശ്രദ്ധിച്ചിരുന്ന? ആണോ? അയ്യോ, ഞാൻ കണ്ടില്ല. സാർ ശരിക്കും അഭിവാദനോ, മാഷോടുള്ള എന്തോ ഒരു ആദരവ് அந்த പുഞ്ചിരി പോലെ ഉണ്ടായിരുന്നു സാർ. അതെ, അല്ലെങ്കിലും അങ്ങനെ വരൂ. വർഷങ്ങളായുള്ള എന്റെ ഈ സേവനം ഒരിക്കലും ഒരു മാത്ര പോലും പാളിച്ച പറ്റാതെ ഞാൻ കൊണ്ടു നടന്നു. അതാണ് സാർ. കൃത്യവിലോപത്തിന് ഒരിക്കൽ പോലും ഒരു മേലുദ്യോഗസ്ഥനും എന്നെ ശാസിക്കേണ്ടി വന്നിട്ടില്ല. അതാണ്. നീ ഓർക്കുന്നുണ്ടോ? എന്നെ സാർ? ഫാക്ടറിയിൽ നിന്നും വിഷവാതകം പൊട്ടിത്തെറിച്ച ആളുകൾ മുഴുവൻ നരകത്തിലേക്ക് എന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ പിടിച്ചോടിയുന്നു. ഞാൻ മാത്രം ഈ സ്റ്റേഷൻ വിട്ട് എങ്ങും പോയില്ല. അർത്ഥപ്രാണനുമായി ഒരു തുള്ളി ശ്വാസത്തിന് വേണ്ടി പിടയുമ്പോഴും ഇതുവഴി കടന്നുപോയ എല്ലാ വണ്ടികൾക്കും ഞാൻ കൊടിവീശി, സിഗ്നൽ നൽകി, നീതി പുലർത്തി. ഒരു ട്രെയിൻ പോലും വൈകിയില്ല. ഒരാൾ പോലും മരിച്ചില്ല. എനിക്ക് ഓർമ്മയിരിക്ക സാർ. സാറിന്റെ മൂക്കിൽ നിന്ന് ചോര ഇങ്ങനെ ധാരധാരയാ വീണിട്ടേ ഇരുന്നത്. കണ്ണെല്ലാം ചുവന്ന് കലങ്ങി നീർ കെട്ടിയിരുന്നത്. എന്തൊക്കെയോ ഇങ്ങനെ ചേരാമ പെരുപെടുത്തിട്ടേ ഇരുന്ന മാഷ്. എന്തെങ്കിലും കഴിച്ചിട്ട് 3 ദിവസം കഴിച്ചിരുന്നു മാഷ. അപ്പോ ശരിയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു എഞ്ചിൻ ഡ്രൈവർ, ഒരു പുഞ്ചിരി, ഒരു അഭിവാദനം തീർച്ചയായും തരേണ്ടത് തന്നെ അല്ലേ ഷാപ്പാട്ടി? സാർ, സംശയം എന്നാ? ഈ മടുപ്പിക്കുന്ന വിജനതയിൽ, ചുട്ടുപഴുക്കുന്ന മരുപ്പറമ്പിൽ, തണുപ്പ് കൊണ്ട് ഉറഞ്ഞു പോകുന്ന ജീവിതത്തിന് അർത്ഥം തരുന്നത് ഇത്തരം പുഞ്ചിരികൾ മാത്രമേ ഉള്ളൂ അല്ലേ? മാഷിപ്പോ ഈയിടെ കൊഞ്ച നാളാ വല്ലാമ ക്ഷീണിച്ചിരിക്കും. തൂക്കമില്ല, ഉറക്കമൊന്നും ഇല്ല അല്ലേ? സത്യം പറഞ്ഞാൽ ഉറക്കത്തിൽ പോലും എനിക്ക് ട്രെയിനിന്റെ വരവും സൈറണുമാണ് ചാപ്പാട്ടി. പക്ഷേ എനിക്കിതിൽ നിന്ന് മോചനം വേണം. മടുത്തു. എനിക്ക് ഒരു ജീവിതം വേണം. ഇവിടെ മറ്റൊരു സ്റ്റേഷൻ മാസ്റ്റർ ഇവരെന്താ നിയമിക്കാത്തത്? എന്റെ അപേക്ഷയോട് ഈ അധികാരികൾ ഇത്ര ക്രൂരമായ നിസ്സംഗത പുലർത്തുന്നത് എന്തുകൊണ്ട്? എനിക്കിവിടെ ഒന്ന് പുറത്തു കിടക്കണം. എന്റെ അമ്മ, ഭാര്യ, കുട്ടികൾ, എനിക്ക് ഒരു ജീവിതം വേണം. എത്ര അപേക്ഷകൾ! കുടുംബം പോലും ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ മടിക്കുന്നു. സാർ, ഉങ്ക കുടുംബം ഉങ്ക വിട്ടു പോയിടുമോന്ന് സംശയം ഇല്ലയാ? എന്നെ സാർ ഇപ്പൊ എത്ര വാട്ടി എങ്കിടെ ചോദിച്ചതല്ല. ചിലപ്പോ തോന്നും ഞാനൊരു തടവറയിലാണെന്ന്. മറ്റു ചിലപ്പോ തോന്നും എനിക്ക് ഭ്രാന്താണ്. എല്ലാം തോന്നലാണെന്ന്. ഞാനേതോ മുറിയിൽ ഉറങ്ങി കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നമാണിതൊക്കെ എന്ന് തോന്നൽ. മാഷേ,
இந்த அம்மா என்னும் പറയും இந்த வாழ்க்கை ஒரு நீண்ட உறக்கம். அதுல நம்மளுக்கு കാണേണ്ട സ്വപ്നം தான் இந்த ജീവിതം சொல்றது. നീ എത്ര ഭാഗ്യവാൻ. നീ ഇടയ്ക്കെങ്കിലും ഈ സ്റ്റേഷൻ പരിസരം വിട്ടു പോകുന്നു, നഗരത്തിൽ ഉല്ലസിക്കുന്നു, വീട്ടിൽ വിശ്രമിക്കുന്നു. ഈ സ്റ്റേഷൻ മാസ്റ്ററിന്റെ വിഫലതകൾ നിന്നെ ബാധിക്കുന്നില്ലല്ലോ. എന്നെപ്പോലെ നിന്റെ ചിറകുകൾ ഇവിടെ അറുത്തു മാറ്റപ്പെട്ടിട്ടില്ലല്ലോ. മാഷിക്ക് കൊണ്ട് സിറ്റി വരെ പോയി വന്നത് പോങ്ക. നീ തന്നെ ഇത് പറയണം. എടാ, തെറ്റായ ഒരു സിഗ്നൽ നൽകി ഒരു സ്റ്റേഷൻ മാസ്റ്റർ യാത്രക്കാരെ ദുരന്തത്തിലേക്ക് നയിക്കണോ? അത് അത് ഞാൻ ഉദ്ദേശിച്ചോ അങ്ങനെയൊന്നും അല്ല സാർ. പിന്നെ എങ്ങനെ? സാർ, ഞാൻ വേണമെങ്കിൽ മാഷിക്ക് ബദലാ ഇങ്ങ നിൽക്കറേ. മാഷി തിരിച്ചു വരുന്നവരെ ഈ സ്റ്റേഷൻ ഞാൻ ഷാപ്പാട്ടി. സാർ ചേർന്നതൊക്കെ എനിക്ക് അറിയാം സാർ. ഷാപ്പാട്ടി, ഈ പറഞ്ഞതിന് നിന്റെ മേലധികാരി എന്ന നിലയിൽ നിന്നെ ഞാൻ ശിക്ഷിക്കേണ്ടതാണ്. സാർ, അധികാര ദുർവിനിയോഗം, കെടുകാര്യസ്ഥത. പിന്നെ സാറ് സഹായിക്കേണ്ട എന്ത് ചെയ്യണം സാർ? சொல்லണ. നീ എന്റെ അപേക്ഷകളൊക്കെ യഥാസമയം കൊണ്ട് കൊടുത്താൽ മതി. ഈ സ്റ്റേഷന്റെ അധികാരിയാവാനല്ല നീ നോക്കേണ്ടത്. ഇവിടെ ഈ നശിച്ച സ്റ്റേഷൻ എന്തിനാണ് അധികാരികൾ നിലനിർത്തുന്നത് തന്നെ? ചിലപ്പോ തോന്നും ഇതിനെ തീ വെച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാം. എങ്ങോട്ട് ഓടിപ്പോകാൻ? ഉപേക്ഷിക്കാനാവാത്ത നന്മയാണ് ഒരു ശിക്ഷയായി എന്നെ ഇങ്ങനെ കാർന്നു തിന്നുന്നത്. എനിക്ക് ഈ സ്റ്റേഷനിൽ സമർപ്പിക്കാൻ ഒന്നേ ഉള്ളൂ. അപകടങ്ങൾക്ക് ഞാനായി കാരണക്കാരനാവരുത്. ഒരേ പാളത്തിൽ 2 തീവണ്ടികൾ ഓടരുത്. പിഞ്ചു കുഞ്ഞുങ്ങൾ അലറിക്കരയരുത്. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മമാരുണ്ടാവരുത്. വിധവകൾ ഉണ്ടാവരുത്. പക്ഷേ എനിക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തു കിടക്കണമല്ലോ. എങ്ങനെ എങ്ങനെ? ഷാപ്പാട്ടി, ട്രെയിനല്ലേ വരുന്നത്? എവിടെ? കൊടി കൊടി, വേഗം വേഗം വേഗം. ബഹുമാനപ്പെട്ട മേലധികാരിക്ക് ഇത് എത്രാമത്തെ കത്താണെന്ന് എനിക്കറിയില്ല. എത്രയോ കാലമായി ഞാൻ അങ്ങേക്ക് കത്തുകളും ഹർജികളും എഴുതിക്കൊണ്ടിരിക്കുന്നു. പ്രയോജനമില്ല എന്നറിഞ്ഞിട്ടും ഈ ഭൂമിയിലെ ഒറ്റപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകാഗിയായ ഒരു സ്റ്റേഷൻ മാസ്റ്റർ കത്തെഴുതിക്കൊണ്ടേയിരിക്കുന്നു. യാതൊരു പ്രതികരണവുമില്ല എന്നറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും വാക്കുകളിങ്ങനെ അക്ഷരരൂപത്തിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. നിരർത്ഥകതയിലാണ് നിന്റെ പ്രത്യാശ, അസംബന്ധത്തിലാണ് ഇന്നെന്റെ മോഹങ്ങൾ. ആരാലും ഗവനിക്കപ്പെടാത്ത ഒരാൾക്കും ജീവിക്കണമല്ലോ ഈ ഭൂമിയിൽ. എന്തിനാണ് സാർ ഇതുവഴി ഫോൺ കമ്മികൾ ഇങ്ങനെ കടന്നു പോകുന്നത്? ഒരാളും എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. നിങ്ങൾ തരുന്ന ശമ്പളം ഞാൻ കൈപ്പറ്റുന്നു. ഏതോ വിചിത്ര ജീവിയെ പോലെ ഒരാളെ എനിക്ക് കൂട്ടും തന്നു. ഷാപ്പാട്ടി. അയാളും സ്ഥലം വിട്ടാൽ എനിക്കിവിടെ എന്റെ ഏകാന്തത മാത്രമാണ് കൂട്ട്. ക്ഷമിക്കണം. ഒരു ഔദ്യോഗിക കത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട മര്യാദകൾ ലംഘിക്കുന്നതിനോട് ഇവിടെ എനിക്ക് ജീവപര്യന്തമാണോ സത്യത്തിൽ? പക്ഷെ എനിക്കറിയാം, ഈ സ്റ്റേഷൻ വിട്ട് ഞാൻ ഓടിപ്പോയാൽ ഇവിടെ വലിയൊരു ട്രെയിൻ അപകടം നടക്കും. എനിക്കറിയാം. നിരപരാധികളുടെ കണ്ണീരിൽ മുങ്ങി എനിക്കൊരു മോചനവും വേണ്ട. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നത് കൊടും ചതിയാണ്. എന്നെ ഒഴിവാക്കിയ നിലയിലാണെങ്കിലും എനിക്കൊരു കുടുംബമുണ്ട്. ഈ സ്റ്റേഷൻ ഉപേക്ഷിക്കാൻ ഒരുങ്ങിയപ്പോഴൊക്കെ ഒരു തീവണ്ടി ഒച്ച വിദൂരത്തു നിന്നും മുഴങ്ങി. അതേ വേഗത്തിൽ ഞാൻ തിരിച്ചെത്തുകയും ചെയ്തു. എനിക്കെപ്പോഴാണ് മോചനം? എന്നാണ് ഞാൻ ഇതിനകത്തു നിന്ന് പുറത്തു കിടക്കുന്നത്? എന്നെ മോചിപ്പിക്കുന്ന തീയതിയെങ്കിലും അറിയിക്കാൻ ദയവുണ്ടാകണം. അവിടെ വച്ചേക്കൂ. ഓ, എന്നാ സാർ അപേക്ഷയാക്കൂ ഇല്ല? എന്തെങ്കിലും ഒരു പരിഹാരം ഇത്തവണ ഉണ്ടാവും. സാർ நம்ம மேலதிகாரி எல்லாரும் கௌரவமா சாரோட காரியம் பரிகணிச்சுட்டே இருக்கான். அது നിനക്ക് എങ്ങനെ മനസ്സിലായി? സാർ, പോണ വാരം ടൗണിൽ വെച്ച് ഹെൽക്കാർ സദാനന്ദനെ പാത്തുന്നത് സാർ. അവനാക്ക് சொன்னது. അതൊക്കെ ഓരോ ഒഴിവ് വർത്താനമായി കണ്ടാ മതി. കാര്യമൊന്നുമില്ല. എനിക്കൊരു കത്ത് കൂടി തയ്യാറാക്കണുണ്ട്. നീ പോയിക്കേ. മാഷ് സമ്മതിക്കണം. ഇന്നൊരു മടുപ്പില്ല ഇല്ല? ഷാപ്പാട്ടി, ഓ ഷാപ്പാട്ടി,
അടുത്ത സ്റ്റേഷൻ എന്നൊന്നുണ്ടോ ഈ റെയിലിന്? என்ன சார் இப்படி எல்லாம் கேட்கிறேன்? അല്ല, യാതൊരുവിധ ആശയവിനിമയത്തിനും അവർ തയ്യാറായില്ല. അതുകൊണ്ട് ചോദിച്ചാ. என்ன சார், நான் பல வாட்டி சொன்னேன் சார். சார், நீங்க ஏன் குடும்பத்தை கொண்டு வரல? ഒന്നും അറിയാത്ത പോലെ നീ സംസാരിക്കരുത്. അവർക്ക് ഈ സ്റ്റേഷനോടോ എന്റെ ഉത്തരവാദിത്തപൂർണമായ ജോലിയോടോ യാതൊരു താല്പര്യവുമില്ല. അത് നിനക്കറിയാം. ஓ, எனக்கு ஒண்ணுமே பரவாயில்ல சார். சார் வேலை நடக்கட்டும், நான் வெளியில இருக்கேன், எனக்கு கொஞ்சம் வேலை அங்கே இருக்கேன். കടന്നുപോയ വർഷങ്ങളിൽ ഒരു തീവണ്ടിയുടെ വരവും ഞാൻ അറിയാതിരുന്നിട്ടില്ല സാർ. ഒരു തീവണ്ടിക്ക് പോലും കൊടി വീശാതിരുന്നിട്ടുമില്ല. സിഗ്നൽ നിയമം അപ്ലൈ ചെയ്യാതിരുന്നിട്ടില്ല. മേലധികാരികൾ എന്ന നിലയിൽ നിങ്ങളിത് മനസ്സിലാക്കണം. എനിക്കും വയസ്സായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിയമിക്കപ്പെട്ട തീയതിയും എഴുതിയ പരീക്ഷകളും നേടിയ പരിശീലനങ്ങളും എല്ലാം ഓർമ്മയുടെ ശ്മശാനങ്ങളിൽ കവറടക്കപ്പെട്ടിരിക്കുന്നു. വർഷങ്ങളുടെ മറവിയിലൂടെ 100,000 ഉരുക്ക് തീവണ്ടികൾ ഇതുവഴി കടന്നുപോയിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു തീവണ്ടി ഡ്രൈവറെയും കണ്ടിട്ടില്ല. ഒരാളും എന്നെ അഭിവാദ്യം ചെയ്തിട്ടുമില്ല. പകലുകളിൽ, പാതിരാവുകളിൽ ഏതോ പ്രേതവാഹനം പോലെ അവ കടന്നു പോവുക മാത്രമാണ് പതിവ്. എല്ലാവരും എല്ലാം എന്നിൽ നിന്നും ഒളിപ്പിക്കുകയാണ്. ഒരു മോചനം സാധ്യമാണോ സാർ? സാധ്യമാണോ സാർ? മോചനം സാധ്യമാണോ സാർ? സാധ്യമാണോ സാർ? ഷാപ്പാട്ടി, തീപ്പെട്ടി ഇവിടെ എവിടെ കൊണ്ടുപോയി വെച്ചു? ഷാപ്പാട്ടി, തീപ്പെട്ടിയൊക്കെ ഒരു സാധനം എടുത്താൽ തീപ്പെട്ടി കിട്ടി. ഇനി മെഴുകുതിരി കണ്ടുപിടിക്കും. അതും ഏതെങ്കിലും അട്ടത്തുകൊണ്ട് വെച്ചിട്ടുണ്ടാവും. തലയ്ക്കകത്ത് ആൾത്താമസമില്ലാതെ. ഇത് കത്തൊന്നുമില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും ശാസ്ത്രീയമായി നടക്കുന്നുണ്ടെങ്കിൽ അത് പാറ പൊട്ടിക്കലും പുഴയിൽ നിന്ന് മണൽ വാരലുമാണല്ലോ. പണ്ടൊരു കവി എഴുതിയതുപോലെ തീപ്പെട്ടിക്ക് പൊട്ടിത്തെറിക്കാൻ മാത്രമാണ് യോഗം, കത്താനല്ല. കത്തി പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തേ. കാലം വഴിതെറ്റി വന്ന മഴ. ഇതുപോലൊരു മഴയ്ക്കായിരുന്നു അവളെ കണ്ടുമുട്ടിയത്. വർഷങ്ങൾ എത്ര കടന്നുപോയി. പക്ഷെ എല്ലാം ഇന്നലെ എന്ന പോലെ. ഇതുപോലൊരു രാത്രി, ഇതേ ഇടിവിട്ട് മിന്നൽ, എന്തൊരു രാത്രിയായിരുന്നു. അന്ന് ഞാൻ കുറെ കൂടി ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ. ഇങ്ങനെ മുറിയിൽ കൂലിപ്പിടിച്ച് കഴിയുന്ന സ്വഭാവമൊന്നുമില്ല. സ്റ്റേഷന്റെ വിദൂരമായ ഒരിടത്ത് ചരക്ക് വണ്ടികളുടെ ബോഗികൾ നിർത്തിയിടുന്ന പാളങ്ങളുണ്ടായിരുന്നു. നിർത്തിയിട്ട ഒരൊഴിഞ്ഞ ബോഗിയിൽ കാലങ്ങളായി ഒരു നാടോടി കുടുംബം രാത്രി ഒളിച്ചു താമസിക്കുന്നതായി എനിക്ക് ആരോ വിവരം തന്നിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും എനിക്കവരെ പിടികിട്ടിയിരുന്നു. ആ ഇടിവെട്ട് രാത്രി, കാറ്റും മഴയും. ജനൽപ്പാളി അടിച്ചു പൊട്ടിക്കും വിധം ഒരു കാറ്റ് വന്നില്ലായിരുന്നെങ്കിൽ അവരെ ഞാൻ കാണുകയില്ലായിരുന്നു. ആ ചില്ലുജാലകം അടയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ്, അതെ, അപ്പോഴാണ് ഞാനത് കാണുന്നത്. ആ ചരക്ക് ബോഗിയിൽ വെളിച്ചത്തിൻ്റെ ഒരു ചെറിയ തുണ്ട്. ടോർച്ചും കുടയും എടുത്ത് ഞാൻ പുറത്തിറങ്ങി. മിന്നൽ കൊണ്ട് പകൽ പോലെ ആ പ്രദേശം മുഴുവൻ കാണാമായിരുന്നു. എൻ്റെ വരവ് കണ്ടാകണം ബോഗിയുടെ തന്നെ ആ ചെറു വെളിച്ചം അണച്ചു കളഞ്ഞിരിക്കുന്നത്. ടോർച്ചുമായി ഞാൻ ബോഗിക്കടുത്തെത്തി. ആരാണകത്തുനിന്ന്? പുറത്തു വരാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുവേ.
പുറത്തു വരാൻ. ആഹാ, അതിനകത്ത് പതുങ്ങി നിപ്പാണല്ലോ. അതെ, പുറത്തിറങ്ങിയേ. ഇറങ്ങാൻ, വീടത്തൊന്നുമില്ല, ഇറങ്ങാൻ. സാറേ, ഉപദ്രവിക്കരുത്. ഞങ്ങൾ പാവങ്ങളാണ്. പാവങ്ങളാണല്ലേ? ഇങ്ങോട്ട് മാറിക്ക്. കൂടെയുള്ള പെണ്ണാരാ? എന്റെ മോളാണ്. ഓഹോ, അപ്പൊ മോളെയും കൊണ്ട് കച്ചവടത്തിന് ഇറങ്ങിയായിരിക്കും അല്ലേ? അയ്യോ അയ്യോ, ദൈവദോഷം പറയല്ലേ സാർ. ഗതി കെട്ടിട്ട് ഇവിടെ രാത്രി വന്ന് താമസിക്കണതാ. ഇങ്ങോട്ട് മാറിക്കടി. നിനക്കെന്താണ് സംസാരശേഷി? എന്താണ് നിന്റെ പേര്? വിമല സാറേ. നിങ്ങളോടല്ല, ഇവളോടാ ചോദിച്ചത്. എന്താണ് നിന്റെ പേര്? വിമല സാറേ. ആ, ഇനി പറയേ. ഈ ആളില്ലാത്ത ചരക്ക് ബോഗിയില് അമ്മയ്ക്ക് മോക്ക് രാത്രി എന്തായാലും ഏർപ്പാട്? പറ പറ പറ. സത്യം പറഞ്ഞില്ലെങ്കിലേ ഞാൻ പോലീസിനെ വിളിക്കുവേ. സാറേ, ഞങ്ങൾക്ക് ആരുമില്ല. അത് ശരി, വീടും നാടുമില്ലാതെ പൊട്ടി മുളച്ചാണല്ലേ? എല്ലാം ഉണ്ട് സാർ, പക്ഷെ ഒന്നുമില്ല. അതെ, കരച്ചിൽ നിർത്തി കാര്യം പറ. ഇതിനൊരു അച്ഛനില്ലേ? നിങ്ങൾക്കൊരു ഭർത്താവില്ലേ? വീടില്ലേ? കുടുംബമൊന്നുമില്ലേ? എല്ലാം ഉണ്ട് സാർ. ആ ഉള്ളതാണ് ഞങ്ങളുടെ ശാപം. അച്ഛൻ സംരക്ഷിക്കില്ലേ? അച്ഛനിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനാണ് സാർ ഈ ഒളിച്ച പറപ്പ്. പകലാകുമ്പോൾ എൻ്റെ മോള് സുരക്ഷിതയാണ്. രാത്രി ഞങ്ങൾ എന്ത് ചെയ്യും? അച്ഛൻ എന്താണ് വേണ്ടത്? എൻ്റെ മോളെ ഇവിടെ വെച്ച് അയാൾ പണം ഉണ്ടാക്കും. മനസ്സിലായി. വിമല പഠിച്ചിട്ടില്ലേ? ഉണ്ട് സാർ, BA സെക്കൻഡ് റാങ്ക് ആയിരുന്നു എൻ്റെ കുട്ടിക്ക്. അത്രയും മനപ്രയാസത്തിലും എൻ്റെ കുട്ടി പഠിച്ചിട്ടു. കരയാതെ കാര്യം പറയുന്നു. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാതെ എങ്ങനെ നാടോടികളെ പോലെ കഴിയാനാണ് ഞങ്ങളുടെ വിധി. നിങ്ങൾക്ക് ഭർത്താവിന്റെ പേര് ഒരു കേസ് കൊടുത്തൂടെ? പത്രത്തിലൊക്കെ വരില്ലേ സാറേ? പിന്നെ എൻ്റെ മോൾക്കൊരു ജീവിതം ഉണ്ടാവൂ? ഏതായാലും നേരം വെളുക്കട്ടെ, അതുവരെ ഇതിനകത്ത് കിടന്നോളൂ കേട്ടോ. അതെ, നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യം തന്നെ ആയിരിക്കും അല്ലേ? അതെ അതെ. അകത്തേക്ക് വെക്കും. അല്ലെങ്കിൽ വേണ്ട, ആ കുട്ടിയും കൂട്ടി എന്റെ ക്വാർട്ടേഴ്സിലേക്ക് പോന്നു. വരൂ. പേടിക്കാതെ മോളെ, ആരും ഇല്ലാത്തവർക്ക് ദൈവമുണ്ട്. സാർ, நீ இதை போகணும். நல்ல ஆளாக்கும். இந்த சாரிகா சார்ல இப்படியே இருந்து என்ன உறக்கம் சார். அந்த லைட்டை ஆஃப் ஆக்க போലും ചെയ്യില്ല இல்லையா? നല്ല ഇടിയും മഴയും ഉണ്ടായിരുന്നു. കറണ്ട് പോയി. ചാരുകസയിൽ ഇരുന്നത് ഉറങ്ങിപ്പോയതൊന്നും അറിഞ്ഞില്ല. നീ ഇതെപ്പോ വന്നു? എന്താ വൈകി? ഓ, இந்த ഓണംകാര മൂലകളെ എത്തിച്ചേരணுமா സാർ? പോരാതെ സിറ്റിയിൽ ഹർത്താൽ. ഞാൻ ഓർമ്മയിൽ മുങ്ങിക്കിടക്കായിരുന്നു ഷാപ്പാട്ടി. വർഷങ്ങൾ എത്രയോ കടന്നുപോയെങ്കിലും എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. ஆமா சார், எவ்வளவு உஷாரா இருந்தது இந்த ரயில்வே ஸ்டேஷன். வண்டிந்து இறங்குந்தவ கேறுந்தவ அவள பகலம் சாயா 10 ரூபா என்ன உஷாரா இருந்தது. വർഷങ്ങൾ എത്രയോ കടന്നുപോയെങ്കിലും എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. ആ രാത്രി, വിമലയും അമ്മയും കണ്ടുമുട്ടിയ ആ രാത്രി, നിനക്കറിയോ, പിന്നീട് എൻ്റെ മക്കളുടെ അമ്മയായി തീർന്ന എൻ്റെ വിമലയുടെ മുഖം ആദ്യമായി ഞാൻ കാണുന്നത് ശക്തമായ ഒരു മിന്നൽ വെളിച്ചത്തിലായിരുന്നു. അവൾക്ക് ഞാൻ അഭയം കൊടുത്തു, പഠിപ്പിച്ചു, കോളേജ് അധ്യാപികയാക്കി. പക്ഷേ ഇന്നിപ്പോ എൻ്റെ ഈ ഏകാന്ത ജീവിതത്തിലേക്ക് വരാൻ അവർക്കാർക്കും താല്പര്യമില്ല. എനിക്ക് വിധിച്ചിരിക്കുന്നത് ഈ കൊടിയ അരക്ഷിതത്വ ബോധം ഒന്ന് മാത്രമാണ്. മടുത്തു. விட்டுருங்க சார்,
உங்க காரியம் உடன் தானே சரியாகும். നിനക്ക് നാണമില്ല ഇത് പറയാൻ? എത്ര തവണ നീ ഇതേ വാക്കുകൾ ആവർത്തിച്ചിരിക്കുന്നു. യാതൊരു ഉളുപ്പും ലജ്ജയും ഇല്ലാതെ. മേലധികാരികൾക്കോ അതില്ല, നിനക്കെങ്കിലും അത് വേണമായിരുന്നു. ചിലപ്പോ തോന്നും നീ അടക്കമുള്ള ഏതൊക്കെയോ ആളുകൾ ചേർന്ന് കുരങ്ങ് കളിപ്പിക്കുകയാണ് എന്നെയെന്ന്. ഈ സ്റ്റേഷനിൽ ഒരു വണ്ടി പോലും നിർത്താറില്ല. യാത്രക്കാരനായി ഒരാൾ പോലും ഇറങ്ങുകയോ കയറുകയോ ചെയ്യുന്നില്ല. ആരും ടിക്കറ്റിന് പോലും വരുന്നില്ല. അലഞ്ഞു തിരിഞ്ഞെത്തിയ ഒരു പട്ടിയെ പോലും കണ്ടിട്ട് കാലമത്രയായി. പക്ഷികളുടെ പാട്ടില്ല. പൂമ്പാറ്റകൾ കൂട്ടത്തോടെ സ്ഥലം വിട്ടിരിക്കുന്നു. ഇതൊരു പ്രേതഭവനമാണ്. ഈ തരിശു നിലം പരേതാത്മാക്കൾ മാത്രം വസിക്കുന്ന ഇടമാണോ ഇനി? സാർ, இந்த ஸ்டேஷன்ல இருந்து போனா பழைய உஷாரெல்லாம் திரும்பி வந்துடுவாங்க. തിരിച്ചു വരാൻ ഇനി വല്ലതും പോയിട്ടുണ്ടോ? ഇവിടെ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ഈയിടെയായി എനിക്ക് ഓർമ്മകൾ നഷ്ടപ്പെടുന്നു. ഓർമ്മകളെ ഞാൻ ആർത്തിയോടെ മുറുകെ പിടിക്കുമ്പോഴും സത്യത്തിൽ ശാപ്പാട്ടി, ഈ സ്റ്റേഷനിൽ യാത്രക്കാർ വന്ന് നിറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. என்ன சார் பேசுறதெல்லாம்? சார், நீங்க புதுசா ஆர்டரோட இந்த ஸ்டேஷன்ல வந்து இறங்கின டே, அது வந்து திங்கக்கிழமை, மண்டே. ஒரு விண்டர்ல இந்த ஸ்டேஷன் ஆளு சார், ஆளு பகலம், சாய, 10 ரூபா, என்ன உஷாரா இருந்த சார். அன்னைக்கு நீங்க வந்து சின்ன பையன், நல்ல செருப்பம் சார். இவ்வளவு தடியானும் இல்லையே, மெலிஞ்சி வெளுத்து பொடி மீச எல்லாம் போட்டு ஒரு சுந்தர பையன். ஈவினிங் ஆகும்போது ஒரு வயல் மேய்க்க கையில பிடிச்சி அப்படி நேச்சர் எல்லாம் பார்த்து அப்படியே நடந்துடுவாங்க. നീ പറഞ്ഞപ്പോ ഓർമ്മ വരുന്നു. அன்னைக்கு நான் இங்க வந்துட்டு ஒரு கஷ்டி ஒரு வருஷம். அன்னைக்கு நான் வந்து சூப்பர் சார். இந்த ப்ரமோஷனுக்கு அது பின்னாடி கடத்தது தானே சார். நீங்க அன்னைக்கு வந்து பயங்கர லஜ்ஜா உஷாரா ஸ்டேஷன்ல எல்லா காரியங்களுக்கும் அப்படியே ஓடி சாடி நடக்கிற உங்களை எவ்வளவு பொண்கள், சின்ன பொண்கள் ஆராதனையா அப்படியே இடம் கண்ணிட்டு பார்த்துட்டே இருந்தது தெரியுமா? அது நூடா இல்ல சார், சத்தியம். நம்ம அக்லி பாடி எல்லாம் யாரு பாக்குறது சார்? அக்லி எல்லாம் பண்ற நீங்க இப்ப நல்லா புஷ்டியா இருக்கு சார். உங்களுக்கு ஒரு வார்த்தை தெரியுமா? ஒரு பொண்ணு, ஒரு சின்ன பொண்ணு உங்களை காணனாக மாத்திரம் இங்க வந்து டெய்லி டிக்கெட் எடுத்துட்டே இருந்தது. அது வந்து பிளாட்ஃபார்ம் டிக்கெட். ആണോ? ഞാൻ ഓർക്കുന്നില്ലല്ലോ. ഞങ്ങൾ ചിലരിക്കില്ല ഇത് അറിയാമായിരുന്നു സാർ. உங்களோட பேச்சு சலனம் அப்படியே எம மூட வட்டாத ஆ பொண்ணு அப்படியே நோக்கிட்டே இருந்துருப்பா. ஓ, சில நேரங்களில் சில நெடுமூச்சுகள் தெரியுமா சார்? நெடுவீர்ப்பு. സത്യമാ? ஆமா சார், இந்த மாதிரி மூச்சு. അത് ഞാൻ അറിയാതെ എങ്ങനെയാ ഇതെങ്ങനെ? സാർ, நீங்க வந்து ரொம்ப பிஸி. ഷാപ്പാട്ടി, ആ പെൺകുട്ടിയുടെ പേരെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? എന്താ ஷாப்பாட்டி? கேட்கணுமா? கண்டிப்பா கேட்கணுமா? சரிங்க, கேளுங்க. அப்படி கனவுகள் மயங்கும் கண்களுடைய பொண்ணோட பேர். ஓ, அதுக்கு முன்னாடி அவளோட கண்கள் எப்படி மறக்கிறது சார்? அவளோட பேர் வந்து சோஃபியா. സോഫിയ. പിന്നീട് എപ്പോഴാണ് അവൾ വരാതായത്? என்ன சொல்றது சார், உங்களிடம் அவளுக்குள்ள பைத்தியம் மாதிரி இருக்க ஸ்நேகத்தை அவளை ரிலேட்டிவ்ஸ் எல்லாம் அப்படி பிடிச்சதா. ஓ, ரொம்ப புத்திசாலி, ரொம்ப கெட்டவங்க,
ரொம்ப பணக்காரங்க அவள் பிரதர்ஸ் எல்லாம் வந்து உங்களை அப்படியே ஒளியாக கொல்லறதுக்கு வர பண்ணிட்டு சார். കൊല്ലാനോ? ஆமா சார். എന്നെയോ? ஆமா சார், உங்களை. ஆனா அந்த சாஃபியா அது எப்படியோ அவங்க தெரிஞ்சு விட்டான். அவ பிரதர்ஸ் கிட்ட போயிட்டு கரெக்டா சத்தியம் கம்ப்ளீட்டா சொல்லிட்டான். என்ன சத்தியம்? மாஷ நீங்க ஒரு வாட்டி கூட അവളെ பார்த்துட்டே இல்லையே. എന്നിട്ട് നിങ്ങൾ എന്താ ആരും എന്നോട് ഇതുവരെ ഇതൊന്നും പറയാതിരുന്നു? എന്താ സിഗ്നൽ ഒന്നും വന്നില്ലല്ലോ. ഇത് ഏത് വണ്ടി? ആ ഗ്രീൻ ഫ്ലൈങ് എടുത്തേ. என்ன சார் கொடியம்மா எப்படியே நிக்கிறது? നീ ഓർക്കുന്നുണ്ടോ പണ്ട് ആ ട്രെയിൻ ഇവിടെ നിർത്തിയിരുന്നു? அதுக்கு என்ன சார், நீங்க சொல்றதுதானே எல்லா பிரதாபங்களுக்கும் ஒரு கயட்டம் ஒரு இறக்கம். நீங்க சொல்றதுதானே இதெல்லாம் ശരിയാണ്. ആ ശരിയാണ്. നോക്ക്, ഞാൻ പോലും ഇപ്പം വൃദ്ധനായിരിക്കുന്നു. என்ன சார்? സോഫിയ സോഫിയ എവിടെയാണ് അവളിപ്പോ? ஓ அது வந்து பெரிய கதை சார். அவளை பர்த்தாவு வந்து முழு குடிகாரன், அப்படியே குடிச்சிட்டே இருப்பான். அவன் பாரிய வந்து முடிஞ்சு சம்சயம். എന്നിട്ട് സംശയം அப்படியே മൂത്ത് 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 വന്നപ്പോ ഒരു ഡേ அவ പറയേ. அது வந்து அவ அப்படியே தூக்கத்துல இருக்கும்போது உறங்கி உறங்கி கிடக்கும்போ அவளை மேத்து பெட்ரோல் அடிச்சிட்டான். குறை காலம் சிகிச்சைச்சு சார். கர்நாடகையில ஒரு ஆஸ்பத்திரி வரை கொண்டு போச்சு சார். பாருங்க, இது இங்க இந்த பிளாட்ஃபார்ம்ல தான் சார் ஸ்ட்ரெச்சர்ல போட்டு அவன் அங்கங்காம் வையாத்த அவஸ்தால அவளை ட்ரெயின் லைட்டு கொண்டு போனது எனக்கு இப்போ ஞாபகம் இருக்கு சார். இந்த பிளாட்ஃபார்ம்ல வரும்போது சோஃபியாவோட கண்கள் அப்படியே உளறிட்டே இருந்தான். மாஸ்டர், உங்களை ஒரு வாட்டி കാണുறதுக்காக. എന്നിട്ട് അവൾക്ക് ഭേദപ്പെട്ടോ? ஆமா சார், பேதமாச்சு. மரணம் தான் அவளை பேதப்படுத்தினது. அந்த பொண்ணோட பாடி போலும் திரும்ப வரல சார். பிள்ளை குட்டிகளெல்லாம் அநாத சாலையில, பர்த்தாவு ஜெயிலில். எப்பவும் அந்த பய ஜெயில் சாடினா கேட்டேன். പാവം സോഫിയ, കാണാത്ത എന്റെ സ്നേഹഭാജനം. കൊതിക്കുന്നവർക്കത് കിട്ടുന്നില്ല, കിട്ടുന്നവർ അതിന്റെ വിലയും അറിയുന്നില്ല. അതിന്റെ പേരാണ് സ്നേഹം. இன்னைக்கும் காட்டு வந்துடும் இல்லையா சார்? நான் போய் அந்த ஜன்னலுக்கு குட்டிட்டு வரேன் சார். இல்லைங்க മോനെ പാട്ട് മാതിരി அந்த ജനല ഗ്ലാസ് എല്ലാം വീസടിച്ച്. ഷാപ്പാട്ടി, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ചിരിക്കും. என்ன സാർ? ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു, ഞാനിവിടെ ചാർജ് എടുത്ത കാലത്തൊന്നുമില്ലാത്ത ചുഴലിക്കാറ്റും തണുപ്പുറഞ്ഞ മഞ്ഞും ഈ സ്റ്റേഷനിൽ മാത്രം ചുറ്റിപ്പറ്റി നിന്നതിന്റെ കാരണം സോഫിയ ആയിരിക്കില്ലേ? സോഫിയ അല്ലേ ഈ കാറ്റും വഴിയും അല്ലേ? சார், அது வந்து அப்படி ஒரு டவுட் முதல்ல எங்க கூட்டத்திலும் இருந்து சார். ആണോ? ആണോ? ஆமா சார், ஆமா. അവളുടെ അശാന്തമായ ആത്മപൂർത്തീകരണമാണോ ഈ സ്ഥാനം തെറ്റിയുള്ള കാറ്റും വഴിയുമൊക്കെ? സാർ, എന്ത് സാറെല്ലാം ഇപ്പൊ തന്നെ അവളെ പറ്റി പറഞ്ഞതല്ലേ ഉള്ളൂ നമ്മൾ. നോക്ക് നോക്ക്, കാറ്റ് ചീറി അടിക്കുന്നു. അവൾ പ്രകൃതിയിലൂടെ സംസാരിക്കുന്നു ഷാപ്പാട്ടി, അവൾ പ്രകൃതിയിലൂടെ സംസാരിക്കുന്നു. എനിക്ക് ഭയമായിരിക്കും സാർ. ഭയക്കാനൊന്നുമില്ല.
അവളൊരു ചെറിയ ഉപദ്രവം പോലും ഈ കാറ്റ് കൊണ്ട് ആർക്കും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ദേ, 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 നോക്ക്, നോക്ക്. എന്നെ മാത്രം പൊതിയുന്നു ഈ കാറ്റ്. സാർ என்ன സാർ എന്നെ മാത്രം പൊതിയുന്നു. ഷാപ്പാട്ടി, സാർ സോഫിയയുടെ പ്രണയാത്മാവ് എന്നെ ചുംബിക്കുന്നത് നോക്കൂ. സാർ വാങ്ങ സാർ വാങ്ങ ഉള്ള വാങ്ങ സാർ ഉള്ള വാങ്ങ സാർ വാങ്ങ വാങ്ങ. ഷാപ്പാട്ടി, ഭയപ്പെടാതെ. ഇത് സ്നേഹമാണ്. സ്നേഹത്തെ ഭയപ്പെടുന്നത് മൗഢ്യമാണ്. ഞാൻ കാണാത്ത എന്റെ പ്രണയഭാചനം സോഫിയ. സാർ സാർ പൈത്യം വേണ്ട സാർ ഉള്ള വാങ്ങ സാർ. സാർ മഴ വരുന്നു സാർ മഴ വാങ്ങ വാങ്ങ ഏയ്, വാങ്ങ. വരട്ടെ വരട്ടെ. എന്തൊരു അനുഭൂതിയാണെന്നോ ഞാൻ എത്തിച്ചേരേണ്ടിയിരുന്ന എന്റെ പ്രിയപ്പെട്ടവൾ സോഫിയ. സോഫിയ, നിന്നെ ഞാൻ അറിയുന്നു. പ്രണയത്തിന്റെ വേദനാഭരിതമായ ചെറുതുകൾ, അതാണ് ഈ കാറ്റായി വീശുന്നത്. നിന്നെ ഞാൻ അറിയുന്നു. വാങ്ങ സാർ നിന്നെ ഞാൻ അറിയുന്നു. വാങ്ങ സാർ என்ன സാർ. എന്നെ പിടിച്ചു വലിക്കാതെ ഷാപ്പാട്ടി. வாங்க சார் நான் வரல சார் வந்து சார் பிராண்ட் காண வாங்க சார் உள்ள எனக்கு பண கேக்குறேன் சார் வாங்க சார். என்ன சார் இவ்வளவு பாட்டு கையில இருக்கு இல்லையா? ഷാപ്പാട്ടി, പാട്ടുകൾ നമ്മുടെ ആത്മാവിന്റെ മുറിവുകളെ ആശ്വസിപ്പിക്കും. സംഗീതമില്ലാത്ത ലോകം ഒരു ശത്രുരാജ്യം പോലെയാണ്. அடே அப்பா எவ்வளவு മനോഹരമാ பேசுறேன் சார். മാഷ അത്രയൊന്നും ഞാൻ പഠിച്ചില്ലെങ്കിലോ ചില നേരങ്ങളിൽ മാഷ് എന്നെ ചീത്ത പറയുന്നത് പോലെ കേൾക്കാൻ എനിക്ക് ரொம்ப രസമാകും മാഷേ. ഇന്നത്തെ സ്പെഷ്യൽ ട്രെയിൻ 3:50-നാണല്ലേ? റിപ്പോർട്ട് വരില്ലയാ? അതൊക്കെ ഒരു വകയാണ്. വന്നു. പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ മെസ്സേജ് ഉണ്ടായിരുന്നു. ഓ, അപ്പടി സ്പെഷ്യൽ മെസ്സേജ് വന്നിട്ടിയാ? നീ പറയാറില്ലേ എല്ലാം ഒരിക്കൽ മാറി വരുമെന്ന്? എനിക്കും ഇപ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നു ഷാപ്പാട്ടി. ഈ വരണ്ട മണ്ണിൽ പച്ചപ്പുകൾ മുളയ്ക്കും. ഇവിടെ മടങ്ങിപ്പോയ കിളികൾ തിരിച്ചു വരും. വറ്റിയ പുഴ വീണ്ടും. என்ன சார் அப்படி முகமெல்லாம் ஒரு துடுப்பா இருக்க? சோஃபியாயோட பிரசாதமாக்கும் இல்லையா? ചിലപ്പോ തോന്നും നീ അതെന്നോട് പറയേണ്ടിയിരുന്നില്ല. വൈകിയെത്തിയ യാഥാർത്ഥ്യം തിരുത്താനുള്ള ഇടം ഒരിക്കലും തരില്ല. പക്ഷേ എടോ, ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കും. ഈ സ്റ്റേഷനെ പൊതിഞ്ഞ് ഇടയ്ക്കിടെ വരുന്ന ആ ചെറു ചുഴലിക്കാറ്റ് അവൾ തന്നെയാണെന്ന് എനിക്കറിയാം. സെത്തുപോന പെണ്ണോട് ആത്മാവെങ്കിൽ ആത്മാവ് എന്നായാലും സാറുടെ മുഖം എന്ത് ഒരു ചിന്ന പഴം മാതിരി എടുക്കാം സാർ. വണ്ടി വരുന്നു, വണ്ടി വരുന്നു. ഈ സ്പെഷ്യൽ വണ്ടി എന്തിനാണ് ഇപ്പൊ ഇവിടെ നിർത്തിയിടാൻ പോകുന്നത്? മുമ്പൊരിക്കലും ഇല്ലാത്തൊരു പതിവ് നിർത്തുകയാണല്ലോ. നീങ്ക சொல்ற ഒരു അഡ്വർടൈസ്മെന്റ് സെന്റൻസ് ഇരിക്കും സാർ. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു. ബ്ലോക്കായി. ഫ്ലാഗ് എടുക്ക, ഫ്ലാഗ് എടുക്ക. വാ വാ. മുംബൈ എക്സ്പ്രസ് ആണ്. പുതിയ വണ്ടിയല്ലേ ഇത്?
சார் நார்த் இந்தியால இப்போ நல்ல பொடிக்காட்டுன்னு பேப்பர்ல பார்த்துட்டேன். பாருங்க சார், வண்டி ஃபுல்லா பொடி. என்ன ஆடு சார், சார் பராதியில இருந்ததில்ல சார். பாருங்க பாருங்க சார், 2-3 ஆள் வண்டி இறங்கி வர்றதுண்டு சார். രണ്ടാൾ പോലീസ് ആയിരിക്കും സാർ. പോലീസ് കണ്ടു பாருங்க சார். அந்த எந்த பாருங்க சார், സ്റ്റേഷനിലേക്കാണല്ലോ വരുന്നത്. ஆமாங்க சார். சார் அந்த போலீஸ் கூட இருக்கிறது பிரதியாக்குங்க சார். கையில விலங்கெல்லாம் போட்டு அப்படி பிடி வலியெல்லாம் போட்டு எனக்கு தெரியாது சார். சார் நான் அப்படி இருக்கேன் சார். அப்புறம் சார் சார் ഷാപ്പാട്ടി അവരെന്തിനാ ഇവിടെ சார் വന്നത്? நாங்க പതിവില്ലാത്ത ആളല്ലോ. മാഷേ, കുറച്ച് വെള്ളം കിട്ടുമോ? ഷാപ്പാട്ടി ക്വാർട്ടേഴ്സില് തിളപ്പിച്ചാറ്റിയ വെള്ളമുണ്ട്, കൊണ്ടുവരൂ. തിളപ്പിച്ചാറ്റിയ വെള്ളമൊന്നും വേണ്ട, ഇത് ഈ മുതലിന് കൊടുക്കാനുള്ള. ഞങ്ങളെ കുറെ വെള്ളം കുടിപ്പിച്ചതാ ഇവൻ. ഈ ചെകുത്താൻ ഇങ്ങോട്ട് മാറി കിട. ആരാണ് ഇയാൾ? തടവ് ചാടിയതാ. മാസ്റ്റർ, ദാഹിച്ചിട്ട് വയ്യ, പ്ലീസ് വെള്ളം തരൂ, ദാഹിച്ച് തൊണ്ട പറ്റുന്നു. കൊണ്ടുവരുന്നുണ്ട്. ഈ പ്രതിയെ കൊണ്ട് ഈ സ്റ്റേഷനിൽ ഇറങ്ങി എന്തിനാ നിങ്ങള്? ഇവനൊരു പെരിച്ചാഴിയാ, ബോംബെയിൽ നിന്ന് പിടികൂടി കൊണ്ടുവരുന്നതാ. ദേ ഇവിടെ നാടെത്തിയതോടെ ഇവന്റെ വിധം മാറി. ഇയാൾ എന്ത് ചെയ്തെന്നാ? വഴിക്ക് പുഴയിൽ ചാടാൻ നോക്കി. നല്ല പിടിവലിയും അടിയും നടന്നു. അയ്യോ, ഇയാളുടെ ചുണ്ടൊക്കെ പൊട്ടി ചോര വലിക്കുന്നുണ്ടല്ലോ. ബാക്കിയുള്ളത് ലോക്കപ്പിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. പോലീസ് വണ്ടി ഇപ്പോഴെത്തും. സാർ തണ്ണി കുടിക്കും. ആ ബെഞ്ചിലിരുന്നാട്ടെ. എന്താണ് ഇയാളുടെ കേസ്? പറഞ്ഞു കൊടുക്കടാ. ഇവൻ തന്നെ പറയും. പറഞ്ഞു കൊടുക്കടാ. വധശ്രമമാണ് സാറേ. കൊന്നു എന്ന് പറയടാ. കൊന്നില്ല സാർ. കൊല്ലാക്കൊല ചെയ്തു കുറെ കാലം, പിന്നെ ശരിക്കും കൊന്നു. ഒരു പാവം പെൺകുട്ടി, അവൾക്കും കുടുംബത്തിനും ഒരബദ്ധമേ പറ്റിയുള്ളൂ. ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു സാറേ. ഇഷ്ടം തൊട്ടതിനും എടുത്തതിനും സംശയമായിരുന്നു ഇവന്. ഒടുവിൽ ഈ ചെകുത്താൻ എന്ത് ചെയ്തെന്നോ, ആ പാവം പെണ്ണിനെ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തു. ഈ തെമ്മാടി ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഏതോ ഒരു സ്റ്റേഷൻ മാസ്റ്ററുമായി ലോഹിത്തിലാണെന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ ദേഹത്ത് വെന്തുപൊള്ളാത്ത ഒരിടവും ഉണ്ടായിരുന്നില്ല. മതി, ഇനി പറയണ്ട. എനിക്ക് അവളെ പൊന്നുപോലെ ഇഷ്ടമായിരുന്നു സാറേ. അതെ, പൊന്നുപോലെ. പൊന്നുരുക്കാനുള്ളതാണല്ലോ. നിങ്ങളത് ചെയ്തു. ഒരു പാപം ഹൃദയത്തെ കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അവളുടെ ഒരു കാര്യത്തിനും ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല. സ്നേഹം മാത്രം മുടക്കി അല്ലേ? നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറ്റുള്ളൂ. ഇതത്ര നല്ല സ്ഥലമല്ല. മാഷ് എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ ഉദ്ദേശങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താനാവില്ല. നിങ്ങൾ പ്ലീസ് രക്ഷപ്പെടൂ. പോലീസ് വണ്ടി പോലീസ് വണ്ടി. രക്ഷപ്പെടൂ, രക്ഷപ്പെടാൻ. മാഷിന്റെ സോഫിയ വന്നിട്ടാ. കാറ്റ്, ചുഴലിക്കാറ്റ്. ഷാപ്പാട്ടി, നീ പോ. ഞാൻ എന്റെ പ്രണയഭാജനത്തോട് അല്പം കിന്നിരിക്കട്ടെ. സാർ, ഇത് വന്ന് തീക്കളിയാക്കൂ, എനിക്ക് ഭയമായിരുന്നു. നീ പോകും. നിന്നോടല്ലേ പറഞ്ഞത് പോകാൻ? പോ. ഇനി ഞാൻ പോകട്ടെ സോഫിയ. വണ്ടി വരുന്നു, സിഗ്നൽ കൊടുക്കണം. ഞാൻ പോയി വരട്ടെ.
പ്രിയ സ്നേഹിതനേ. മാഷേ മാഷേ എണ്ണ തൂക്കം സാർ. ഓ ഇനിയിപ്പോ ഉച്ച കളഞ്ഞ വണ്ടിയുള്ളൂ സാർ. ഓ രാത്രി മുഴുവൻ ചുഴലിക്കാറ്റോട് പേസിട്ട് ഇരുന്നിരിക്കില്ല സാർ. സാർ വാല് തുറങ്ങ സാർ, നേരം എടുത്താച്ചി. വയസ്സായി, നടക്ക ഇനി ശകലം കൂടി ബാക്കിയില്ല. എന്നാലും ചെറുപ്പക്കാരനും മാതിരി മഞ്ച് മഴ കാറ്റ് മൊത്തം കിണ്ണാറോ. മാഷേ പോണ മാഷേ. സാർ സാർ என்னது கிடைச்சது 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 கிடைச்சது. இந்த கள்ள கொளுத்துலையா, அந்த டோரோட கள்ள கொளுத்து இப்படி 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 எடுத்து லாக்கு அதில் ஓப்பன் பண்ணிடுச்சுனா. சார் நல்ல பாட்டு சொன்னீங்க. இப்ப டைம் எவ்வளவு ஆச்சு தெரியுமா? நான் ஒன்று போஸ்ட் ஆஃபீஸில் போயிட்டு இருந்தேன். அங்க ஒரு கிளாட் நியூஸ் சார். உங்களுக்கு ஒரு ரெஜிஸ்டர் லெட்டர் இருக்கு சார், டிரான்ஸ்பர் ஆர்டர் ஆகும். இனி இந்த மாதிரி இந்த சுத்தி கலையும் நடக்காது சார். என்ன சார் இது, என்ன இதெல்லாம் என்ன கடலா சார்? இந்த டைப்ரைட்டருக்கு தாழ் அப்படியே போட்டிருக்கான். மாஷோட ஒரு காரியம். மாஷே 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 மாஷே. ബഹുമാനപ്പെട്ട മേലധികാരിക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് വിടുതൽ തരാനും പകരം ഒരാളെ അയക്കാൻ കനിവുണ്ടാവണമെന്നും പറഞ്ഞ് അനേക കത്തുകൾ ഞാൻ അയച്ചിരുന്നു. ഈ ഏകാന്തത അത്ര ബീഭത്സമായിരുന്നു. ഒറ്റപ്പെട്ടതും വിജനവുമായ മരുഭൂമി പോലെ ആയിത്തീർന്ന പരേതാത്മാക്കളുടെ ഈ സ്റ്റേഷൻ എനിക്ക് മടുത്തെന്നും എന്നെ സ്വതന്ത്രമാക്കണമെന്നും പറഞ്ഞ് ഞാൻ അയച്ച കത്തുകൾ, അനേക കാലങ്ങളിലായി ഒട്ടനവധി കത്തുകൾ. സാർ ദയവായി ആ അപേക്ഷകളൊക്കെ റദ്ദു ചെയ്യാൻ കഴിവുണ്ടാവണം. എനിക്കിവിടെ നിന്ന് ഇനിയൊരു സ്ഥലമാറ്റം വേണ്ട. ഞാൻ ഈ സ്ഥലത്തെ ഇപ്പോൾ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവിടുത്തെ എല്ലാ ഇല്ലായ്മകളിലും ഞാൻ സൗന്ദര്യം കാണുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ, എനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ സ്റ്റേഷൻ വൈകാതെ സജീവമാകുമെന്ന് എനിക്കറിയാം. ഈയിടെ എന്നെ തേടി ഒരു പറ്റം പൂമ്പാറ്റകൾ പോലും വന്നു സാർ. അതിനകമ്പടി സേവിച്ച് കുറച്ച് തുമ്പികളും പറവകളുമൊക്കെ. ഇവിടെ ഇപ്പൊ സ്നേഹമുണ്ട്. വായുവിൽ നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാറ്റിൽ വിഷമില്ല. വെള്ളത്തിൽ മാലിന്യം കുറഞ്ഞിരിക്കുന്നു. ദയവായി എന്റെ അപേക്ഷകളൊക്കെ പിൻവലിച്ചതായി കണക്കാക്കണം. ഈ സ്റ്റേഷനിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്കല്ല. എനിക്കിത് മതി. ഞാൻ ഈ സ്റ്റേഷനിൽ പരിപൂർണ സംതൃപ്തനാണ്. ഇതുവരെ എന്നെ ഇവിടെ നിന്ന് മാറ്റാതിരുന്നതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു അനുഭവം എനിക്ക് അന്യമായി പോയേനെ. വിശ്വസ്തയോടെ അങ്ങയുടെ വിനീതൻ. ഈ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന